ഫുഡ് അഡിക്സ് ബൈ നീതു. അപ്പം ലഞ്ച് സെറ്റ് ആയിട്ടുണ്ട്. ഇന്നൊരു പ്രത്യേകതയുണ്ട്. 2 ടൈപ്പ് ചോറുണ്ട്. അതായത് നമ്മുടെ നോർമൽ കുത്തരി ചോറല്ലേ, ആ ചോറുണ്ട്. നമ്മുടെ 50% തോടുള്ള നല്ല കുത്തരി ചോറുണ്ട്. അപ്പം ഇന്ന് ഞാൻ എടുക്കാൻ പോണത് ഈ ചോറാണ് കേട്ടോ. ഞാൻ ഈ ചോറ് കുറച്ച് വിളമ്പാണ്. കുറേ നാളായപ്പോൾ എനിക്കൊരാഗ്രഹം ഇത് കഴിക്കണമെന്ന്. ഇത്രയും കുറച്ച് നോക്കുമ്പോൾ നിങ്ങൾ കഴിക്കും ഞാൻ ഡയറ്റാണ്, അതുകൊണ്ടല്ല. ദേ മീൻ വറുത്തതിലേക്ക് കുറച്ച് ആ പൊടിയിലേക്ക് ചോറ് ഇങ്ങനെ ഇളക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. കുറച്ച് ചോറ് അതും കൂടെ വിളമ്പുവാണേ. അപ്പോൾ ഈ 2 ടൈപ്പ് ചോറ് വിളമ്പിയിട്ടുണ്ട്. പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ചക്ക, ഇടിഞ്ചക്ക പൊട്ടി. അപ്പോൾ അതമ്മ പൊട്ടിച്ച് കറിയും ഉപ്പേരിയും ഒക്കെ അതെ. ഇനി ചക്കയായ ചക്കയുടെ സീസൺ ആയിരിക്കും കേട്ടോ ഇവിടെ. അപ്പോൾ ഇന്ന് ഇടിഞ്ചക്ക ഉണ്ട്. പാലക്കാടൻ സ്റ്റൈലിൽ വറുത്തരച്ചൊരു കറി ഉണ്ടാക്കി. അത് ഇടിഞ്ചക്ക സാമ്പാർ പോലെ അതുപോലത്തെ ഒരു കറിയാണ്. എനിക്ക് ഈ കറി ഭയങ്കര ഇഷ്ടം. ഇതിൻ്റെ മണം കേൾക്കുമ്പോൾ തന്നെ എനിക്ക് വായിൽ വെള്ളം വരും. പിന്നെ അതേ ഇടിഞ്ചക്ക ഉണ്ട് തോരൻ. കുറച്ചും കൂടെ കിട്ടിയിട്ട് ഞാൻ അച്ചാറോടെ അല്ലേ തന്നെ. ഇടിഞ്ചക്കത്തോരൻ കുറേ വിളമ്പുണ്ട്. ചോറിനേക്കാൾ കൂടുതൽ ഞാൻ തോരനായിട്ടുള്ളത്. എനിക്ക് ഇടിഞ്ചക്കത്തോരൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ കട്ടത്തൈര്. പിന്നെ കട്ടത്തൈരിൻ്റെ കൂടെ കഴിക്കാൻ ഇന്നുള്ളത് നല്ല പല്ലിമീൻ വറുത്താണ്. അപ്പോൾ ഈ മീൻ ഞാൻ വാങ്ങിയത് ചോറ്റാനിക്കര നമ്മുടെ പമ്പും ബാറൊക്കെ ഇല്ലേ, ബാറിൻ്റെയൊക്കെ ഓപ്പോസിറ്റ് ഒരു ചെറിയ കടയുണ്ട്. അവിടെ ആ ചേച്ചി അവിടെ തന്നെ ഉണക്കണ മീനാണ്. ചേച്ചി തന്നെ ഉപ്പൊക്കെ ഇട്ട് ഉണക്കണ മീനാണെന്ന് പറഞ്ഞത്. അപ്പോൾ നമുക്ക് പേടിക്കാതെ കഴിക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ നിന്നാണ് പല്ലിമീൻ വാങ്ങിയത്. അവിടെ പല്ലിയും അയിലയും കിട്ടും ചേച്ചി ഉണക്കണത്. ബാക്കിയൊക്കെ പുറത്തുനിന്ന് വാങ്ങണമെന്ന് തോന്നുന്നു. അപ്പോൾ ഞാൻ പല്ലിമീൻ മേടിച്ചു. എന്നിട്ട് അത് ഫ്രൈ ചെയ്തു. ഇത് ഞാനല്ല ഫ്രൈ ചെയ്ത, അമ്മയാണ്. അതിന് നിങ്ങൾക്ക് കാണാൻ കണ്ട ഓയിലിൻ്റെ കളിയാണ്. എൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും ഓയിലില്ല. അപ്പോൾ ഞാൻ എൻ്റെ പാത്രം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് 50% തവിടുള്ള ചോറിൽ നമ്മുടെ സാധാ കുത്തരി ചോറാണേ. കഴിച്ചാലോ? ആദ്യം ഞാൻ കഴിക്കാൻ പോകണം നമ്മുടെ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റില്ല. ഈ ബാക്കിലെ സൗണ്ട് ഇവിടെ വീടോണി നടക്കും കേട്ടോ. അതിൻ്റെ ഇടിച്ച് പൊട്ടിക്കാറെല്ലാം കൂടെ. അതാണ് കേട്ടോ. ഇതിൻ്റെ ടേസ്റ്റ് പറയാൻ പറ്റില്ല, അത്ര അടിപൊളിയാണ്. കഴിക്കാത്തവരുണ്ടാവില്ല എന്ന് വിചാരിക്കണം. അഥവാ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും കഴിച്ചിട്ടില്ലെങ്കിൽ അടുത്ത ദിവസം തന്നെ മീൻ വറുത്തിട്ട് കുറച്ച് പൊടിച്ചിട്ട് ആ ചട്ടിയിലേക്ക് ചോറിട്ട് ചൂടോടെ വേണം. കിട്ടിയ ടേസ്റ്റ് ആയിരിക്കും, മതിയാവില്ല നമുക്കുണ്ടാവും. അത്ര ടേസ്റ്റാണ്. മുള്ളു ശ്രദ്ധിക്കണം കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് വേറെ ഒന്നും എടുക്കണമെന്നുള്ള അത് തന്നെ കഴിക്കാമെന്ന് ഭയങ്കര ടേസ്റ്റ് ഉണ്ട്. അപ്പം നമുക്ക് തൽക്കാലം ഇച്ചിരി ഇടിഞ്ചക്ക കൂട്ടി കൊണ്ടുവെക്കാം. ഇടിഞ്ചക്ക കൂട്ടാനും ഇടിഞ്ചക്ക ഉപ്പേരിയും. എൻ്റെ അമ്മയുടെ കയ്യിൽ ജാതുവാണ്, ജാതു. സൂപ്പർ ടേസ്റ്റ് കേട്ടോ. അല്ലെങ്കിലും മക്കൾക്ക് എല്ലാവർക്കും അമ്മമാരുണ്ടാക്കണം ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇപ്പം ഇന്ന് പൊന്നിന് രാവിലെ ബീട്രൂട്ട് തോരനും ബീൻസ് ഉപ്പേരി ഉണ്ടാക്കി. രണ്ടും ഒരു തരി പോലില്ലാണ്ട് മുഴുവൻ ഉണ്ട്. കുറേ ചോറും ഇലപ്പൊതി വെട്ടി പൊതിച്ചോറാണ് ഉണ്ടായത്. സ്കൂളിൽ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ മൊത്തം കൊണ്ടുപോയി. ടേസ്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് വെച്ചില്ല. ഡയറ്റ് ചെയ്യാൻ പറ്റുന്ന എനിക്ക് തോന്നാറില്ല ഇങ്ങനെ ഭക്ഷണം കഴിച്ചാൽ. അപ്പം ഞാൻ കഴിച്ചു നോക്കട്ടെ. ബൈ.